കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന CPIM സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ഏറ്റവും അവസാനം പറഞ്ഞത് വെച്ച് തന്നെ നമ്മൾക്ക് തുടങ്ങാം. മുഖ്യമന്ത്രി ശൈലി മാറ്റുമോ എന്നതായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. മുഖ്യമന്ത്രി എന്ത് ശൈലിയാണ് മാറ്റേണ്ടത് എന്ന് MV ഗോവിന്ദൻ തിരിച്ച് ചോദിക്കുകയാണ്. എത്ര നാളായി നിങ്ങളിത് പറയുന്നു? പിണറായിയെ മാധ്യമങ്ങൾ പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അതിനൊപ്പം പാർട്ടി നിൽക്കേണ്ട കാര്യമില്ല. ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്നതാണോ ശൈലി എന്നുകൂടി MV ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറി ചോദിക്കുകയാണ്. എന്താണ് CPM സംസ്ഥാന സമിതി യോഗത്തിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നത്? അതിൽ ഇനി എന്താണ് CPM മാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനമുണ്ട് എന്ന് പറയുമ്പോൾ ആ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തിരുത്തൽ നടപടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുമോ എന്ന വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. സുഹൃത്തുക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, താല്പര്യപ്പെടുകയാണ്. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്തിടാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നത് ഈ സംസ്ഥാന സമിതിയിൽ നടന്ന വിമർശനങ്ങളെക്കുറിച്ചാണ്. അതായത് ഇനി ഒരു കാര്യം CPM സംസ്ഥാന സമിതിയിൽ നിന്ന് ആകെ പുറത്തു വന്ന വാർത്തകളനുസരിച്ച് വലിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്നു എന്നുള്ളത് തന്നെയാണ്. പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ട വിവരങ്ങൾ. നമ്മൾ ഈ MV ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഈ സംസ്ഥാന സമിതി യോഗത്തിൽ നടന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പാർട്ടി രഹസ്യമാക്കി വെക്കുക എന്നുള്ളതാണ്. ഒരു പരിധിവരെ അത് ചോർത്തി പുറത്തു കൊണ്ടിരുന്ന മാധ്യമങ്ങളുടെ വാർത്തകളിൽ പല കാര്യങ്ങളിലും വസ്തുത ഇല്ലാത്തതുമൊക്കെ ഉണ്ടാകും. പക്ഷെ പൊതുവെ വന്ന കാര്യം മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉണ്ടായി എന്ന് തന്നെയാണ്. പക്ഷേ ഈ മുഖ്യമന്ത്രി ഈ വിമർശനത്തോടൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള മറുപടി പറഞ്ഞില്ല എന്നും ഈ വാർത്തകളിൽ പുറത്തു വന്നതിലുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സർക്കാരിന് പാർട്ടിയുടേതായ ഒരു നിർദ്ദേശം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പാർട്ടി പരിപാടിക്കനുസരിച്ച് സർക്കാർ പ്രവർത്തിക്കണമെന്ന് CPIMൻ്റെ സംസ്ഥാന സമിതിയിൽ പൊതു അഭിപ്രായം വന്നിരിക്കുകയാണ്. അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് സംസ്ഥാനത്ത് ഭരണത്തിലടക്കം മടങ്ങി വരുന്നതിന് അനിവാര്യമാണ് എന്നാണ് ഒരു വിലയിരുത്തൽ വന്നിട്ടുള്ളത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ മുൻഗണനാ ക്രമം അടുത്ത സമിതി നിശ്ചയിക്കും എന്നാണ് പുറത്തു വന്ന വാർത്തകൾ. അതായത് ഇനിയൊരു യോഗം ചേർന്ന് ഈ നേരത്തെ വന്ന വാർത്ത അനുസരിച്ച് സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുകയും മുൻഗണനാ ക്രമങ്ങളടക്കം നിശ്ചയിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഒരു പരിധിവരെ ഇത് ശരിയാണ് എന്ന് വിശ്വസിക്കേണ്ടതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ബിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇതേ ആവശ്യം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് മുൻഗണനാ ക്രമങ്ങൾ ഉണ്ടാകണം പാർട്ടിക്ക് എന്നുള്ളതാണ്, LDFന് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുക. എന്തു പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ വിതരണം ഫലത്തിൽ തടസ്സപ്പെട്ടത്. ആ ക്ഷേമ പെൻഷൻ വിതരണം തടസ്സപ്പെട്ടപ്പോൾ കേന്ദ്രത്തിനെതിരെ പ്രചരണം നടക്കുമ്പോൾ കേന്ദ്രത്തിനെതിരെ വോട്ട് ചെയ്യുകയും അത് സംസ്ഥാനത്തിന് അനുകൂലമായി കേന്ദ്ര അവഗണന നേരിടുന്ന കേരളം എന്ന നിലയിൽ അവതരിപ്പിക്കുന്നതിലൂടെ ഇടതുമുന്നണിക്ക് വോട്ട് കിട്ടുമെന്നുള്ളതായിരുന്നു ഫലത്തിൽ സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായില്ല എന്നുള്ളതുകൊണ്ട് തന്നെ മാത്രമല്ല, അതിനുശേഷം വന്ന സുപ്രീം കോടതി വിധിയിലടക്കം കേന്ദ്ര അവഗണന എന്നത് ശരിവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതുമില്ല. അതുകൊണ്ട് തന്നെ ഇനി ക്ഷേമ പെൻഷനുകൾ മുടങ്ങരുത് എന്ന നിലപാടിലേക്ക് തന്നെ സംസ്ഥാനം പോകുന്നു എന്നുള്ളതാണ്. നിയമസഭയിൽ ധനമന്ത്രി KN ബാലഗോപാലും ഇക്കാര്യം പറയുന്നു. ഏതാണ്ട് 5 മാസത്തോളമായിട്ടുള്ള മുടക്കം അത് തീർത്തു കൊടുക്കും, ഇനി മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. രണ്ടാമത് ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടൊരു കാര്യം തന്നെ സപ്ലൈകോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് മുൻഗണനാ പട്ടികയിൽ വേണം. അതായത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പല അവലോകന വീഡിയോകളിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവിടെ ചൂണ്ടിക്കാണിച്ചത് ഈ മാർക്കറ്റിലെ
വില വർധന, സപ്ലൈകോ ഉൽപ്പന്നങ്ങൾ, സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങൾ കിട്ടാത്തത് ഉൾപ്പെടെ, അതായത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ, ഇതൊക്കെ അത്രയും സാധാരണക്കാരായ ഒരാളുടെ വീടിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം, കേന്ദ്ര സർക്കാർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 2 രൂപ കുറച്ചപ്പോൾ ഇവിടെ നികുതി കൂട്ടി അതിന് വില ഉയർത്തിയ സംസ്ഥാനമാണ് കേരളം. അന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഏകാധിപത്യപരമായാണ് അത്തരം വിഷയങ്ങളിൽ അന്ന് സംസ്ഥാന സർക്കാർ പോയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം സ്വാഭാവികമായും ഭരിക്കുന്ന സർക്കാരിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കാം, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്കും തീരുമാനമെടുക്കാം. പക്ഷേ CPM-ൻ്റെ ഒരു ശൈലിയിൽ പാർട്ടിക്കും കൃത്യമായ റോളുണ്ട് എന്നുള്ളതാണ്. പാർട്ടി ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പൾസ് അത് സർക്കാരിനെ അറിയിക്കുകയും അവിടെ വേണ്ട തരത്തിലുള്ള ഇടപെടൽ നടത്തുന്ന രീതിയും ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വന്ന ശേഷം അതങ്ങനെ കാര്യമായി നടന്നിരുന്നില്ല എന്നതാണ് വസ്തുത. 2019 തോൽവിക്ക് ശേഷം തിരുത്തൽ നടപടികളുമായി CPM രംഗത്തിറങ്ങുകയും അതൊരു പരിധിവരെ വിജയം കാണുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് തുടർഭരണം കിട്ടിയത്. പക്ഷേ തുടർഭരണത്തിൽ വലിയ അഹങ്കാരം, പ്രത്യേകിച്ച് പോലീസ് വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ, അവിടെ അത്തരം പ്രശ്നങ്ങളിൽ ഒരു തിരുത്തൽ ഉണ്ടാകണം എന്ന ആവശ്യം ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ ശക്തമായി ഉണ്ടാകുമ്പോഴാണ് ഇപ്പുറത്ത് ഒരു മാർഗരേഖകൾ, അതായത് മുൻഗണന പട്ടിക അടക്കം തയ്യാറാക്കാൻ CPM ഇടപെടുകയാണ്. അതായത് മുഖ്യമന്ത്രിയെ, സർക്കാരിനെ ഇനി അതിൻ്റെ ഇഷ്ടത്തിന് വിടുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് വേണ്ട തരത്തിലുള്ള ഇടപെടലുകൾ CPM-ൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചൊരു നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വെക്കാൻ CPM തീരുമാനിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കാണുന്ന പിണറായി സർക്കാരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ ഒരു രീതികളും ഒക്കെ തന്നെയാണ്. ഈ ശൈലി മാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ശൈലി മാറ്റണം എന്ന് ഇനിയിപ്പോൾ CPM-ഓ MV ഗോവിന്ദനോ ഒക്കെ പറഞ്ഞാൽ പോലും പിണറായി വിജയന് സാധിക്കില്ല. ഒരു പരിധിവരെ അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞ ഒരു സെൻറ്റൻസ് അതാണ്, ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതാണോ ശൈലി എന്നുള്ളത്. അതായത് ഈ നമ്മൾ ഉപമയിലേക്കൊന്നും പോകുന്നില്ല, പക്ഷേ എന്നിരുന്നാൽ തന്നെ ഈ നായയുടെ വാല് വളഞ്ഞു തന്നെ ഇരിക്കുള്ളൂ എന്ന് പറയില്ല. അതായത് നമ്മുടെ ഓരോ മനുഷ്യരുടെയും ശൈലികൾക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ടാകും, ഗുണവും ദോഷവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതിലൊരു തിരുത്തൽ എന്നുള്ള നിലയിലേക്കൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയാണ്, യാഥാർത്ഥ്യബോധത്തോടു കൂടി നിന്നുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞതെന്നുള്ളതാണ്. പക്ഷേ ഇത്ര അധികം വലിയ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇനി ഏതെങ്കിലും ഉപജാപക വൃന്ദങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് മാത്രം പ്രവർത്തിക്കാൻ ഇനി സർക്കാരിനെ അനുവദിക്കില്ല എന്ന് തന്നെയാണ് CPM പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിനെത്രത്തോളം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നിയമിച്ച ആളുകളാണ് CPM-ൻ്റെ സെക്രട്ടേറിയറ്റിലടക്കം ഉള്ളത്. അത്തരം ആളുകൾ എത്രത്തോളം പിണറായി വിജയൻ എന്ന എക്കാലത്തെയും CPM-ൻ്റെ ഏറ്റവും ദീർഘകാലം പാർട്ടിയെ കെട്ടിപ്പടുത്ത ഒരു സെക്രട്ടറിയെ തിരുത്താൻ കഴിയും, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ തിരുത്താൻ കഴിയും എന്നുള്ള സംശയം അവിടെ ബാക്കി തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിണറായിയെ CPM-ൻ്റെ ചട്ടക്കൂട്ടിൽ ഒതുക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ കൂടി ഉത്തരം പറയുക. കാലം കാത്തിരുന്ന് കാണേണ്ട ഒന്നുകൂടിയാണത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നന്ദി.